മോർണിംഗ്. മാം പ്രയർ ചൊല്ലട്ടെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഈശ്വര ഞാൻ ഈറനണിഞ്ഞ തിരികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ തിരികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിൽ കാരണനായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിൻ ഉണ്മയെ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി നിലച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടു സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ കിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ. താങ്ക് യു. കോട്ട് പറയട്ടെ മാം. ഞാൻ 2 ലൈൻസ് ഒരു ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ കോട്ട് പറയാം. ഓക്കെ. ഒഴുകുന്ന ജീവിതം. ജീവിതം ഒഴുക്കാണ്, എവിടെ എത്തുമെന്ന് പോലും അറിയാത്ത ഒഴുക്ക്. ചിലർ അതിനെതിരെ നീന്തും, മറ്റു ചിലർ അരികുപറ്റി കര കയറും. ചിലരാവട്ടെ എതിരെ തുഴഞ്ഞുകൊണ്ടേയിരിക്കും, അണുവിടാനങ്ങാതെ കരക്കെത്തുമെന്ന പ്രതീക്ഷയോടെ. സോ ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. കോട്ട് ഓഫ് ദ ഡേ: വിജയിക്കാൻ ഞാൻ എടുത്ത തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. താങ്ക് യു മാം. പറയട്ടെ മാം. ഗുഡ് മോർണിംഗ് മാം, വെൽക്കം ടു അവർ ക്ലാസ്. ഞാനൊരു സ്റ്റോറി പറയാണ്, ചെറിയൊരു സ്റ്റോറി. ഒരിക്കലും ഒരു കുരുവി പാടി പറന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് താഴെ ഒരു കുറുക്കന്റെ കയ്യിൽ നിറയെ പുഴുക്കളെ കണ്ടത്. കുരുവിക്ക് ഏറെ ഇഷ്ടമുള്ള ഭക്ഷണമാണ് പുഴുക്കൾ. കുരുവി വേഗം താഴേക്ക് പറന്നു ചെന്നിട്ട് കുറുക്കനോട് ചോദിച്ചു, എനിക്കൊരു പുഴുവിനെ തരാമോ? കുറുക്കൻ പറഞ്ഞു, എടുത്തോ, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഒരു പുഴുവിന് നിന്റെ ഒരു തൂവൽ എനിക്ക് തരണം. കുരുവി സമ്മതിച്ചു. കുരുവി വയറ് നിറയെ പുഴുവിനെ കഴിച്ചു. കുരുവി സന്തോഷത്തോടെ പറന്നു കാലം പോയപ്പോഴാണ് ആ അപകടം മനസ്സിലായത്. തനിക്ക് പറക്കാൻ തന്റെ ശരീരത്തിൽ ഒരു തൂവൽ പോലും ബാക്കിയുണ്ടായില്ല. വഴിവിട്ട ബന്ധങ്ങളിലെ പുഴുക്കളാകാം, ലഹരിയുടെ പുഴുക്കളാകാം. ഒരു പുഴുക്കൾക്ക് കൊണ്ടുപോയി നമ്മുടെ വലിയ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ആദർശങ്ങളെയും പണയം വെക്കരുത്. സൈൻ ഇൻ ബൈ സുമയ്യ. Good morning to all. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, ma'am. സുഖമായിരിക്കുന്നു എല്ലാവരും. Morning, miss. ഇല്ലാത്തതുകൊണ്ടാണ് തന്നെ കയറിയിരിക്കുന്നത്. മാമിന്റെ മുഖം കണ്ടിട്ട് ഒരു ഉഷാറില്ലാത്ത പോലെ തോന്നുന്നു. തലവേദന. Good morning, ma'am. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയതായി എന്തെങ്കിലും വിശേഷം ഉണ്ടോ? No, ma'am. ഒന്നുമില്ല. നല്ല വിശേഷം. ഞാൻ ഈ സൗണ്ട് മ്യൂട്ടായി വെച്ചത് ഓണാക്കാന്ന് വരുമ്പോഴത്തെ സമയം കുറച്ച് പോയി. സൺഡേ എങ്ങനെ ഉണ്ടായിരുന്നു? സൺഡേ കുഴപ്പമൊന്നുമില്ല. കാല് വേദനയായിട്ട് ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. അതിനിടയിൽ
ഹസ്ബൻഡിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഒരു കല്യാണത്തിന് പോയി. അതുവഴി ഓഫീസർ എന്ന് പറയുന്ന ഒരു സിനിമ കാണാൻ നൈറ്റ് പോയി. അടിപൊളി പടായിരുന്നു. അതില് ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങള്, പ്രണയങ്ങള്, നല്ല പടമായിരുന്നു. ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ലൊരു പടം. ഞാനങ്ങനെ സിനിമക്കൊന്നും പോകാറില്ല, പക്ഷെ എനിക്ക് ഇന്നലെ കണ്ട ആ ഒരു സിനിമ വല്ലാതെ എന്താ പറയാ, സ്വന്തം അനുഭവം പോലെ തോന്നി. ഏത് സിനിമ? ഓഫീസർ, കുഞ്ചാക്കോവന്റെ ഒരു ഞാൻ പടം. ഇന്നലെ കണ്ടു മുനീറ. ഓ ഞാൻ ഇന്നലെ കണ്ടു, നല്ല സിനിമ. നല്ല പടാ, വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ടെൻഷനാവും പടം കണ്ടുകൊണ്ടിരിക്കുമ്പോ, അല്ലെ? അതെ, ഇനി എന്താവും നമ്മളെ തലമുറ കുട്ടികളത് എന്നുള്ളത് ഒരു ചിന്ത വന്നിക്ക്. അപ്പൊ ഈ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഒരു സിനിമയായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. വേറൊരു പടത്തിന്റെ ചായയൊന്നും ഇല്ലാതെ, കോപ്പിയടിയൊന്നും ഇല്ലാതെ കിട്ടുന്ന പടമാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പോലെ. നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്. കാണണം കേട്ടോ, നിങ്ങളെ പറ്റുന്നവർ പോയി കാണാം. നല്ല പടം. പിന്നെ കുറച്ച് സബ്സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട പടമാണ്. കണ്ടിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളതൊന്ന് അറിഞ്ഞിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള പാരന്റ്സ് എന്തായാലും അത് കണ്ടിരിക്കണം. പെൺകുട്ടിക്ക് മാത്രമായിട്ട് നമ്മൾ പറയുന്നില്ല. അതെ, ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് എനിക്കും തോന്നിയത് നല്ലൊരു പടമാണ്. ശ്രദ്ധിക്കണം, നമ്മൾ വളരെയധികം കുട്ടികളെ വാച്ച് ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെ സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു 18 വയസ്സിന് താഴെ അങ്ങോട്ടുള്ള കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. 15 വയസ്സിന് മുകളിലും 18 വയസ്സിന് ഇടയിലാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രായം എന്ന് പറയുന്നത്. ഓക്കെ, ആ പ്രായത്തിലുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എന്റെ മോക്ക് 14 വയസ്സായി. എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ ആ ടീച്ചർ. സിനിമ വന്നിട്ടില്ല. ഞാൻ ധന്യ. എന്റെ ഒരാൾ വന്നിട്ട് 10ാം ക്ലാസ്സില്, ഒരാൾ വന്നിട്ട് 7ാം ക്ലാസ്സില്, ഒരാൾ വന്നിട്ട് 3.5 വയസ്സ്. ഞാൻ ഏകദേശം ഒരു സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് പോലെ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുതിന്റെ കാര്യം നോക്കണം, മറ്റവള് വളർന്നുകൊണ്ടിരിക്കണം, ഒന്നും ആയിട്ടില്ല. മറ്റത് പിന്നെ വളർന്നിട്ട് ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ എന്നും വാച്ച് ചെയ്തോണ്ടിരിക്കണം. 5 മിനിറ്റ് ഫോൺ നോക്കിയാൽ തുടങ്ങി പേടി. എന്താ നോക്കണേ? അവരുടെ കൈയൊക്കെ എന്തോരം സ്പീഡാ അറിഞ്ഞോളൂ ടീച്ചർ. നമ്മൾ തോറ്റുവും. അവ എന്താ നോക്കണം, എങ്ങനെ നോക്കണം? അങ്ങനെ മുഴുവൻ ടെൻഷൻ പിടിച്ച ലൈഫ് എന്ന് പറയില്ല. അങ്ങനെയല്ല, സ്മൂത്തായി ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഈ 3 ആളുടെ കൂടെയും കൂടി പോകുമ്പോ ഞാൻ ഏകദേശം ഒരു വഴി ആവുന്നുണ്ട്. അല്ലേ? അതെ അതെ. ഇപ്പൊ ടീച്ചറുടെ ഓരോന്ന് ഇങ്ങനെ കേൾക്കുമ്പോഴേ എല്ലാ എക്സാമ്പിളും എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഈ ക്ലാസ്. അതാ രസം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് കള്ളങ്ങൾ പറയാനുള്ള ട്രെൻഡ് വരും. അതൊക്കെ എങ്ങനെയെങ്കിലും ഒരു ഉൾപ്പെട്ട് വരുന്ന ഒരു ഇതാണ്. നമ്മൾ എന്താ പറയാ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു കണ്ണിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മുടെ കുട്ടികളൊന്നും വിശ്വാസം അല്ലെങ്കിൽ കൂടി എന്താണ്, നമ്മൾ അതിനെ ശരിക്കും വാച്ച് ചെയ്യണം. അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ. പ്രത്യേകിച്ച് ആ സിനിമ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയാവും. പക്ഷെ അത് കണ്ടിരിക്കണം. അച്ഛനമ്മമാരെ എന്തായാലും കാണാൻ പറ്റിയൊരു പടമാണ് അത്. അങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ചതിക്കുഴിയിലൊന്നും കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പറയാനില്ല, ആൺകുട്ടികളും അതേപോലെ തന്നെ എന്താ പറയാ, പാരന്റ്സും അതിൽ ഇൻവോൾവ്. പാരന്റ്സിനായിരിക്കും അത് ഏറ്റവും കൂടുതൽ. പാരന്റ്സ് പിന്നെ ജീവിതം മാറ്റി വെച്ചിട്ടായിരിക്കും കുട്ടികൾ ഇത്രയും വലുതാക്കി പഠിപ്പിക്കുന്നത്. പക്ഷെ അവരിൽ നിന്ന് ഒരു നെഗറ്റീവ് അപ്രോച്ച് കിട്ടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ സൂയിസൈഡ് അറ്റംപ്റ്റിലോട്ടൊക്കെ നമുക്ക് പോകുന്നത്. അപ്പൊ കുറച്ച് കുറച്ച് കൂട്ടം പാരന്റ്സിന്റെ ഒരു കഥയാണ് അവർ പറയുന്നത്. അതൊന്ന് പറ്റുന്നവരൊന്ന് പോയി കാണാം കേട്ടോ. കുറച്ച് വയലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. സിനിമ 2-2.5 മണിക്കൂർ അതൊരു കുറച്ച് കാണാനുള്ളത് ഉണ്ട്, അതില് കാര്യമുണ്ട്. ഓക്കെ, ഇഷ്ടമാണോ നിങ്ങൾക്ക് സിനിമയൊക്കെ? സിനിമ ഇഷ്ടമാണോ? ഇഷ്ടമാണ് മിസ്. ശ്രീജ ഇപ്പൊ ക്ലാസ്സിൽ കയറാറില്ലേ? കുറച്ച് ദിവസമായി. എന്ത് പറ്റി? ആളുടെ സാന്നിധ്യം ഇതിലില്ല, അറിയില്ല. ഇന്ന് കല്ലേപ്പുള്ളി കുമ്മാട്ടിയ പാലക്കാട് എന്ന് തോന്നുന്നു. എന്താ പറഞ്ഞാ അത് ഇന്ന് പാലക്കാട് ഒരു വിശേഷമുള്ള ദിവസം. ശ്രീജ വന്ന കല്ലേപ്പുള്ളിക്കാരിയാ തോന്നണു. ഇവിടെ പൂരം എന്നൊക്കെ പറയില്ലേ, അവിടെ ആയിരിക്കണം. അതുപോലെ പാലക്കാട്. ഞങ്ങളുടെ ഇവിടെ പൂരമാണ്. ഇവിടെ പാലയമ്പലത്തിൽ പൂരമാണ്.
ഇവിടെ അല്ല പുതുശ്ശേരിയാണ്, പിന്നെ കല്ലേപ്പള്ളി കുമ്മാട്ടിയാണ്. അങ്ങനെ ഒരേ ഈ വീക്ക് മുഴുവൻ പൂരങ്ങളുള്ള സമയമാണ് പാലക്കാട്. മാം ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാൻ ശ്രീജയുടെ നാത്തൂനാണേ. ശ്രീജ കുറച്ച് ബിസിയാ. ഞങ്ങൾ അമ്പലപ്പുഴയാ നാട്. ആണോ? ആ കണ്ണന്തേരാണോ? എന്തോ? അമ്പലത്തിലാണോ? അല്ല, അമ്പലത്തിലല്ല. അവൾക്ക് കുറച്ച് ബാങ്കിൽ പോകേണ്ട കാര്യമൊക്കെ ആയിട്ടേ കുറച്ച് ബിസിയാ. ശരി. ഓക്കെ, നമ്മള് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അതിലൊരു തിയറി ഉണ്ട്, പഠിച്ചു തരാൻ ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഓർക്കുന്നുണ്ടോ? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറി പഠിപ്പിക്കാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്. 4 സ്റ്റേജസ് പറഞ്ഞല്ലേ? ഏതൊക്കെ സ്റ്റേജാ പറഞ്ഞത്? സെൻസറി മോട്ടോർ ഓഫ് സ്റ്റേജ്, ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, കോർട്ടിക്കൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, യെസ്. യെസ്. അപ്പൊ നമുക്കതൊരു തിയറി ആയിട്ട് എഴുതാം. ആ തിയറിയുടെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഇല്ലല്ലോ? ഇല്ല മാം. നോട്ട് ചെയ്യാം കേട്ടോ. According to Piaget, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്നൊരു ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഹെഡിങ് കൊടുത്തിട്ട് എഴുതാം. According to Piaget. അനഘ, എന്തൊക്കെയാണ് ഓൺ ചെയ്തേ? ഇത് പറയുന്നുണ്ടോ? ഇല്ല, ഇങ്ങനെ ഓഫാക്കുന്നു. ഓൺ ആയി പോയതാണല്ലേ? ആ കേട്ടോ. According to Piaget, P-R-A-G-E-T, Piaget, cognitive development arise, A-R-I-E-S, arise as a result of the interaction between the individual and the world, W-O-R-L-D, world, individual and the world, and passes, P-A-S-S-E-S, and passes through a series of T-H-R-O-U-G-H, through a series of sequential stages, S-E-Q-U-E-N-T-I-A-L, sequential stages. According to Piaget, cognitive development arises as a result of the interaction between
the individual and the world and passes through a series of sequential stages. എഴുതിയോ? According to Piaget, cognitive development arises as a result of the interaction between the individual and the world and passes through a series of sequential stages. എഴുതിയോ? എഴുതി മാം. ഓക്കെ. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു കുട്ടി ആരുമായിട്ട് ഇടപെടുമ്പോഴാണ് അവരിൽ വൈജ്ഞാനിക വികാസം ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ അവൻ തന്റെ ചുറ്റുപാടുകളുമായിട്ട് ഇടപെടുമ്പോഴാണ് കുട്ടിയിലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സീക്വൻഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഉണ്ടാകുന്ന പീരീഡ് എന്നുള്ള അർത്ഥത്തില ആ കുട്ടി വളർച്ച ഉണ്ടാകുന്ന അതോ ഗ്രോത്ത് ഉണ്ടാകുന്ന പീരീഡ് പേരാണ് കേട്ടോ. ഓക്കെ. സീക്വൻസ് ആയിട്ട് എന്ന് പറയില്ല, നമ്മളൊരു ഘട്ടം കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയില്ല, അതേപോലെ. അപ്പൊ എന്താ പറയുന്നത്? ഒരു കുട്ടി അവന്റെ അതായത് ചുറ്റുപാടുമായിട്ട് ഇടപെടുമ്പോഴാണ് അവന് എന്ത് സംഭവിക്കുന്നത്? വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത്. അദ്ദേഹം തന്നെ 4 ഘട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം വിവരിക്കുന്നത്. തന്റെ തിയറി അദ്ദേഹം 4 സീക്വൻഷ്യൽ സ്റ്റേജസിലൂടെയാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ യെസ്. മേജർ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ 4 സ്റ്റേജ് പറഞ്ഞു അല്ലെ. അപ്പൊ ഫസ്റ്റ് പറഞ്ഞ ഏതായിരുന്നു? സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലെ. ഓക്കെ. സെൻസറി മോട്ടോർ സ്റ്റേജിൽ എന്തൊക്കെ ഏത് ടൈം മുതൽ ഏത് ടൈമാണ്? 0 to 2 years. 2 years മുതൽ 2 വയസ്സുള്ള ഒരു കാലഘട്ടം വരെയാണ് എന്താ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടിയിൽ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്തോളൂ. സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കാം. ഇൻ ദ ഫസ്റ്റ് 2 years ഒരു പോയിന്റ് ഇങ്ങനെ താഴെ എഴുതിയാൽ മതി കേട്ടോ. ഓരോ സ്റ്റേജ് കൊടുത്തിട്ട് എനിക്ക് പോയിന്റ് ആയിട്ട് താഴെ എഴുതിയാൽ മതി കേട്ടോ. ഓരോ പോയിന്റ് കഴിയുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ മാം. The first 2 years, infants mental activities. Infants, INFANTS, infants mental activities. മാഡം ഒന്നും കൂടെ പറയോ? In the first 2 years, infants mental activities. The first 2 years, infants mental activities. അതായത് ഫസ്റ്റ് 2 yearsലും കുട്ടികൾ എന്തുണ്ടാ മെന്റൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ആ ഒരു സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് കുട്ടികൾ എന്ത് നടക്കുന്നത്? മെന്റൽ ആയിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത് ആദ്യ ഘട്ടങ്ങളിൽ. നെക്സ്റ്റ് പോയിന്റ് ആദ്യത്തെ പോയിന്റ് എല്ലാവരും എഴുതുക. ഇൻ ദ ഫസ്റ്റ് 2 years, infants mental activities. In the first 2 years, infants mental activities. മാം ഇൻഫാൻസ് ആണോ ഇൻഫാക്ട്സ് ആണോ? Infants, ശിശുക്കൾ. INFANTS. അതുകൊണ്ടല്ലേ നമ്മൾ 0 to 2 years എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ മാം. Then second point, coordination. CO ഇട്ടിട്ട് ഒരു ഹൈഫൺ ഇടാം. Then
Coordination. O-R-D-I-N-A-T-I-O-N. Coordination of reflexes. Coordination of reflexes. R-E-F-L-E-X-E-S. Coordination of reflexes. During the first 4 months. During the first 4 months. Coordination of reflexes during the first 4 months. Coordination of reflexes during the first 4 months. എന്താണ് റിഫ്ലക്സസ് എന്ന് പറയുന്നത്? കോർഡിനേഷൻ ഓഫ് റിഫ്ലക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പോൺസ് ആണോ മിസ്? യെസ്, റെസ്പോൺസസ് അല്ലെ, ബോഡി ആക്ഷൻസ്, ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ലെ, ആക്ഷൻസ് ഒക്കെയാണ് എന്താ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നത്. അത് ഏത് ടൈമിലാണ്? ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 4 months അല്ലെ, 4 മാസത്തിന് ആ ഒരു സ്റ്റേജിലാണ് എന്താ റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ കോർഡിനേഷൻസ് സംഭവിക്കുന്നത്. ഏത് സമയത്ത്? 0 to 2 years ആ ഒരു കാലയളവിനുള്ളിൽ ഏകദേശം 4 മാസം, ആദ്യത്തെ 4 മാസം. Then next point, object permanence. Object permanence. Object, O-B-J-E-C-T, object permanence. P-E-R-M-A-N-C-E, permanence. P-E-R-M-A-N-C-E, object permanence. Object permanence. അപ്പൊ എന്താണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞ? എന്താണ് ഒബ്ജക്റ്റ് പെർമനൻസ്? കളിപ്പാട്ടങ്ങളോടൊക്കെ ഉള്ള ഒരു തൊടാനും ടോയ്സ്. അതായത് ഒബ്ജക്റ്റ് പെർമനൻസ് കൃത്യമായിട്ട് തിരിച്ചറിയില്ല ഏതൊക്കെ ഏതാണെന്നുള്ളത് അല്ലെ. ഇപ്പൊ ബോളൊക്കെ കൃത്യമായിട്ട് കുഞ്ഞിന് അറിയാൻ സാധിക്കുന്നുണ്ടോ? ബോള്, ടോയ്സ്, പിന്നെന്താണ് ബാറ്റ്, അങ്ങനെയുള്ള ചില വസ്തുക്കൾ. ഓരോ ഒബ്ജക്ട്സുകൾ എന്താണ്? ടോയ്സ് മാത്രമല്ല, എല്ലാ ഒബ്ജക്ട്സുകളും വീടിനകത്തുള്ള മറ്റു ഒബ്ജക്ട്സുകൾ എന്താണ്? പുറത്തുള്ളതും അകത്തുള്ളതുമായിട്ട് മറ്റു വസ്തുക്കളെ കൃത്യമായിട്ട് കുഞ്ഞിന് തിരിച്ചറിയും. ഏകദേശം 2 വയസ്സാകുമ്പോഴേക്കും എന്താണ്? എല്ലാം എന്താണ്? എല്ലാ ഒബ്ജക്ട്സിനെ കുറിച്ച് തിരിച്ചറിയും. യെസ്, അതായത് ഇപ്പൊ ഒരു ബോള്, ഒരു തുണിയുടെ അടിയിൽ ബോൾ ഇട്ട് മൂടി വെച്ചെന്ന് വിചാരിക്കാം. തുണിയുടെ അടിയിൽ ബോൾ ഇട്ട് മൂടി, പക്ഷെ കുട്ടിക്ക് അതിന്റെ അകത്ത് ബോളാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ കുട്ടിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമത്? ഷേപ്പ് കൊണ്ട് അല്ലെ, ഷേപ്പ് അറിയാം കുട്ടിക്ക്. അപ്പൊ അതിന്റെ തുണിയുടെ അടിയില് ബോൾ ആണെന്നുള്ളത് കുഞ്ഞ് മനസ്സിലാക്കുന്നു. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് പെർമനൻസ്. അങ്ങനെ എന്ത് വസ്തു ആയിക്കോട്ടെ, ഓക്കെ, അതിനെ കൃത്യമായിട്ട് കുഞ്ഞിനെ അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെൻസറി മോട്ടോർ സ്റ്റേജില് 0 to 2 years കുട്ടികൾ ലേൺ ചെയ്യുന്നത്. ഓക്കെ, മെന്റൽ ആക്ടിവിറ്റീസ്, കോർഡിനേഷൻ ഓഫ് റിഫ്ലെക്സ് ആക്ടിവിറ്റീസ്, ഒബ്ജക്റ്റ് പെർമനൻസ്. ഇത്തരം കാര്യങ്ങളാണ് സെൻസറി മോട്ടോർ സ്റ്റേജിൽ വരുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7 years അല്ലെ, 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തില് ആ സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? താഴെ എഴുതാട്ടോ, ഓരോ പോയിന്റ്സ് ആയിട്ട് എഴുതാം. മെന്റൽ ഇമാജസ്. മെന്റൽ ഇമാജസ്. മെന്റൽ ഇമാജസ്. Symbolic activity. Symbolic activity. Symbolic activities. Language development. Language development. ഭാഷാ വികസനം. Language development. Language development. ഈ ഒരു
ഒരു സ്റ്റേജിലുള്ള ഒരു ചെറിയൊരു പ്രോസസ്സാണ് എന്താ, അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റേജ് ആണ് ആനിമിസം എന്ന് പറയുന്നത്. ആനിമിസം അതെന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആനിമിസം എന്താന്ന്. ആനിമിസം ANIMISM ആനിമിസം ANIMISM ആനിമിസം. കേട്ടിട്ടുണ്ടോ വാക്ക് ആനിമിസം? മാം 1 സെക്കൻഡ്. എസ് കഴിഞ്ഞ് ANIMIS ANIMISM ആനിമിസം. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. കേട്ടിട്ടുണ്ടോ ഈ വാക്ക് നിങ്ങൾ? ആനിമിസം ഇല്ല. എന്താണ് അത്? ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുണ്ടെന്നുള്ള തോന്നൽ, അതായത് ജീവനില്ലാത്ത വസ്തുക്കളെ ജീവനുള്ള വസ്തുവായിട്ട് കുട്ടികൾ പരിഗണിക്കുന്ന ആ ഒരു സ്റ്റേജ് ആണ് ആനിമിസം എന്ന് പറയുന്നത്. അപ്പൊ ടോയ്സ് ഒക്കെ എടുത്ത് കളിക്കുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യുന്നു? ടോയ്സിനോട് സംസാരിക്കുന്നു, അല്ലെ, പാവയോട് സംസാരിക്കുന്നു, കൂടെയുള്ള ഒരാളുള്ള പോലെ എന്താണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നു. അപ്പൊ കുട്ടികളുടെ ധാരണ എന്താണ്? അതിനൊക്കെ എന്താണ്? ജീവൻ ഉണ്ടെന്നുള്ളൊരു ആ ഒരു ചിന്തയാണ് കുട്ടികൾക്കുള്ളത്. അപ്പൊ ആ ഒരു സ്റ്റേജിലാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആനിമിസം എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുള്ള വസ്തുക്കളായിട്ട് പരിഗണിക്കുന്നതാണ് ഇത് ആനിമിസം എന്ന് പറയുന്നത്. നിങ്ങൾ കുട്ടികൾ അങ്ങനെ കളിക്കാറില്ലേ? പാവനോടൊക്കെ സംസാരിക്കാറില്ലേ? ഉണ്ട്. ഫുഡൊക്കെ ഫുഡ് കൊടുക്കും, വെള്ളം കൊടുക്കും, ഡ്രസ് കണ്ണെഴുതി കൊടുക്കും, പൊട്ട് തൊടിക്കും, അങ്ങനെ പല കാര്യങ്ങൾ അവർ ചെയ്യും, അല്ലെ? അപ്പൊ അവരുടെ വിചാരം എന്താണ്? അത് തങ്ങളെ പോലെ ജീവനുള്ള ഒരു വസ്തുവാണെന്നാണ് കുട്ടികൾ ധരിക്കുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആനിമിസം എന്ന് പറയുന്നത്. അത് ഏതൊരു സമയത്താണ് നടക്കുന്നത്? ഏത് സ്റ്റേജിലാണത്? 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാക്കി ആ ഒരു സ്റ്റേജസ് ഒക്കെ വരുന്നത്. ഓക്കെ മാം, ഇത് ഒറ്റ പോയിന്റ് ആണോ പറഞ്ഞതെല്ലാം ഒറ്റ പോയിന്റ് ആണോ? ഒറ്റ പോയിന്റ് ആയിട്ട് പറഞ്ഞതല്ല. അപ്പൊ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഹെഡിങ് കൊടുത്തിട്ട് എന്തൊക്കെ എഴുതി? മെന്റലി മാറ്റേഴ്സ് എഴുതി, സിംബോളിക് ആക്ടിവിറ്റീസ് എഴുതി, എന്ത് എഴുതി? ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ആനിമിസം. ഇത്രയല്ലേ എഴുതിയത്? ഓക്കെ. അത് കോമ ഇട്ടാണോ എഴുതണ്ടത്? ഞാൻ എഴുതിയാൽ മതി. ആ സ്റ്റേജിന് താഴെ ആയിരിക്കണം എന്നുള്ളൂ. ആണോ? ഞാൻ സെപ്പറേറ്റ് എഴുതി വെച്ചു. യെസ്. അപ്പൊ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ അപ്പൊ എന്താണ് കുട്ടികളങ്ങനെ മെന്റൽ ഇമാജസും സിംബോളിക് ആക്ടിവിറ്റീസും അതുപോലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, വൊക്കാബുലറി വർദ്ധിക്കുന്ന ഒരു സമയമാണ് എന്ത് 2 to 7 years എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് അവർ കൂടുതൽ സംസാരിക്കുന്നത്, സംസാരമൊക്കെ തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആണ് 2 വയസ്സ് മുതൽ 7 വയസ്സ് കാലഘട്ടം. നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റിലുള്ള സ്റ്റേജ് ആണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, അല്ലെ? നമ്മുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റേജ് ആണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഏഴ് വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടം. 7 വയസ്സ് മുതൽ 11 വരെയുള്ള കാലഘട്ടം. ഓക്കെ. അവിടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നടക്കുന്നത്? നോട്ട് ചെയ്യുക. ലോജിക്കൽ തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ്. ഏഴ് വയസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് എന്താ ലോജിക്കൽ തിങ്കിങ്, അല്ലെങ്കിൽ യുക്തിപരമായിട്ട് കുട്ടികൾ ചിന്തിക്കാൻ ആരംഭിക്കുന്ന ആ ഒരു സമയമാണ് എന്താ 7 വയസ്സ് മുതൽ 11 വയസ്സുള്ള കാലഘട്ടത്തിലാണ് എന്താ അതായത് പ്രത്യേകിച്ച് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് കുട്ടികള് ലോജിക്കൽ ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നോട്ട് ചെയ്യാം ലോജിക്കൽ തിങ്കിങ്. Then inductive and inductive, 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 inductive and deductive reasoning. Inductive and ഒന്നുകൂടി പറയാം മിസ്. Deductive, DEDUCTIVE, deductive method.
സോറി റീസണിങ്. ഡിഡക്റ്റീവ് ഞാൻ പറയുന്നത് കേൾക്കൂ. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്. ലാസ്റ്റത്തെ വാക്കൊന്നോട് പറയും മിസ്. റീസണിങ്, REASONING, റീസണിങ്. എന്താണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികള് ഒരു കാര്യം പറഞ്ഞാൽ അത് അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് ആരംഭിക്കുന്ന ഒരു പ്രായമാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെ. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസൺ എന്ന് വെച്ചാൽ ഒരു കാര്യത്തിന്റെ അർത്ഥം അറിഞ്ഞ കുട്ടികള്, അതിന്റെ മീനിങ് അറിഞ്ഞിട്ട് കുട്ടികൾ എന്താണ് അത് മനസ്സിലാക്കുന്ന പ്രായമാണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജില് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇപ്പൊ റിലേഷൻഷിപ്സ് ഒക്കെ മനസ്സിലാകും കുട്ടികൾ അല്ലെ. ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏതൊക്കെ ആരൊക്കെയാണ് മുത്തശ്ശിയൊക്കെ കൃത്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ മനസ്സിലാക്കുന്നതാണ് ഏത് റീസണിങ്ങിൽ വരുന്നത്? ഡിഡക്റ്റീവ് റീസണിങ്. നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇതിലെന്താ ഡിഡക്റ്റീവ് റീസണിങ്ങിൽ വരുന്നത്. ഇനി ഇൻഡക്റ്റീവിൽ എന്തൊക്കെയാ വരുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം, അത് ഒരു കാര്യം കണ്ടായി അതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നതാണ് എന്താ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇത് ഓരോ റിലേഷൻഷിപ്സുകൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്നത്. ഇന്നാൾ ആരൊക്കെയാണ്, അവരുടെ റിലേഷൻ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നതൊക്കെ ഏതാണ്? ഡിഡക്റ്റീവ് റീസണിങ്ങിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ ഓക്കെ ആണോ? യെസ്. ഇനി അടുത്ത പോയിന്റ് ആണ് എന്ത്? അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ. Understanding the principle of conservation. Understanding the principle of conservation. അത് ഒരു സബ് ഹെഡിങ് പോലെ കൊടുത്തിട്ട് അതിന് താഴെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കിട്ട് എഴുതാട്ടോ. Understanding the principle of conservation എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കൺസർവേഷനെ കുറിച്ചിട്ടാണ്? കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് കാര്യങ്ങൾ കുട്ടികൾ സ്ഥിരത കൈവരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് അവര് സ്റ്റേബിൾ ആവുന്നത്, സ്ഥിരത കൈവരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അതിന് പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണെന്ന്. എഴുതിയോ? അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ എഴുതിയോ? എഴുതി. അതിന് താഴെ എഴുതാം കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്. കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്. ഇപ്പൊ പഠിക്കോ? എന്തിലാണ് സ്ഥിരത വരുന്നത്? കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്. നെക്സ്റ്റ് കൺസർവേഷൻ ഓഫ് വോളിയം. കൺസർവേഷൻ ഓഫ് വോളിയം. നമ്പേഴ്സ് എങ്ങനെയാണോ ലെറ്റേഴ്സ് ആവുന്നേ? ലെറ്റേഴ്സ് അല്ല കേട്ടോ. കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്, കൺസർവേഷൻ ഓഫ് വോളിയം. പറഞ്ഞുതരാം എന്താണ് കൺസർവേഷൻ ഓഫ് വോളിയം. ദെൻ കൺസർവേഷൻ ഓഫ് മാസ്. കൺസർവേഷൻ ഓഫ് മാസ്, MASS, മാസ്, പിണ്ഡം. എന്താണ് ഒരു 7 വയസ്സൊക്കെ ആവുന്ന ടൈമിൽ എന്താണ് കുട്ടികൾ ഏകദേശം നമ്പേഴ്സ് ഒക്കെ കൃത്യമായിട്ട് അല്ലെ നമ്പേഴ്സ് ഒക്കെ എന്താണ് കൃത്യമായിട്ട് കൺസർവ് ചെയ്യാനായിട്ട് പഠിക്കും. പിന്നെ എന്താണ് വോളിയം, കൺസർവേഷൻ ഓഫ് വോളിയം. വോളിയം എന്താണ്? ക്വാണ്ടിറ്റി പഠിക്കുന്നു. മാസ്, മാസ് എന്താണ്? വെയിറ്റ്. വെരി ഗുഡ്, വെയിറ്റ്. അത്തരം കാര്യങ്ങൾ, അത്തരം ബേസിക് കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടികൾ ഏകദേശം അതൊക്കെ ഒന്ന് പഠിച്ചു വരുന്ന ടൈമാണ് അല്ലെ. അതൊക്കെ അതിലൊക്കെ എന്താണ് പ്രത്യേകിച്ച് നമ്പേഴ്സ് കൃത്യമായിട്ട് ഒരു ധാരണയിൽ എത്തിച്ചേരുന്നത്. യെസ്. അപ്പൊ അണ്ടർസ്റ്റാൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന 3 പ്രിൻസിപ്പിൾ ആണ് കുട്ടികൾ അറ്റൈൻ ചെയ്യുന്നത്. ഏതൊക്കെ പ്രിൻസിപ്പിൾ ആണ്? കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്, കൺസർവേഷൻ ഓഫ് വോളിയം, കൺസർവേഷൻ ഓഫ് മാസ്. ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ എന്താണ് അലൗൺ ചെയ്യുന്നു.
Then അതേപോലെ തന്നെ വരുന്നതാണ് എന്ത് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. അതിൽ വരുന്ന ഏതാ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം. സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. സീരിയേഷൻ SERIATION. സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. Classification CLASSIFICATION. Classification. Seriation and classification. Seriation and classification. എന്താണ് ശ്രീരിയേഷൻ എന്ന് പറഞ്ഞാൽ? ശ്രേണീകരിക്കാൻ അല്ലെ, കുട്ടികളെ ശ്രേണികളൊക്കെ മനസ്സിലാക്കുന്നു അല്ലെ, ശ്രേണീകരണത്തിനും തരം തിരിക്കാനുമുള്ള കഴിവ് അല്ലെ. ക്ലാസിഫിക്കേഷൻ എന്താണ്? തരം തിരിക്കാനുള്ള കഴിവ്. മറ്റേതെന്താണ്? സീരിയേഷനൊക്കെ ശ്രേണീകരിക്കാനൊക്കെ കൃത്യമായിട്ട് അറിയുന്നു അല്ലെ. സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ശ്രേണീകരണത്തിനും തരം തിരിക്കാനുമുള്ള കഴിവ് രൂപപ്പെടുന്നു. ഏത് സമയത്ത്? ഏത് സ്റ്റേജിലാണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് കേട്ടോ. സ്റ്റേജ് മറന്നു പോകരുത്. കോൺക്രീറ്റ് ഓപ്പറേഷൻ. മാം സീരിയേഷൻ SERIATION ആണോ? അതെ അതെ. ഓക്കെ മാം, താങ്ക് യു മാം. സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ നോട്ട് ചെയ്തോ? അടുത്ത പോയിന്റ് എഴുതാം. അടുത്ത പോയിന്റ് റിവൈസബിൾ ഓഫ് റിവൈസബിൾ. ഇത് തന്നെ ഉള്ളതല്ലേ മാം? ഇതിന് താഴെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാട്ടോ. റിവൈസബിലിറ്റി. സോറി, റിവൈസബിലിറ്റി. റിവൈസബിലിറ്റി. REVESIBLITY. റിവൈസബിലിറ്റി മാം ഒന്നുകൂടെ പറയൂ. REVESIBLITY. Revisability of thought. Revisability of thought. THOUGHT. Revisability of thought. എന്താണ് റിവൈസബിലിറ്റി ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ? പ്രത്യാവർത്തന ചിന്ത എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പ്രത്യാവർത്തന ചിന്ത. അപ്പൊ എന്തായിരിക്കും റിവൈസബിൾ? റിവൈസബിൾ എന്നുള്ള മീനിങ് തന്നെ എന്ത് മനസ്സിലാക്കാം നമുക്ക്? ചിന്തിക്കാൻ കഴിയും. നോക്കാം എന്താണ് എബിലിറ്റി ടു തിങ്ക്. എഴുതാം, നോട്ട് ചെയ്യാം. എബിലിറ്റി ടു തിങ്ക്. എന്താണ് റിവൈസബിൾ തോട്ട് എന്ന് പറഞ്ഞാല്? എബിലിറ്റി ടു തിങ്ക്. എബിലിറ്റി ABLITY. എബിലിറ്റി ടു തിങ്ക്. എബിലിറ്റി ടു തിങ്ക്. എഴുതാം. എബിലിറ്റി ടു തിങ്ക് backward and forward. Backward and forward. Ability to think backward and forward. Mute ചെയ്യട്ടോ. Ability to think backward and forward. തന്നെ mute ചെയ്തേ. Ability to think backward and forward. In time, in time, ഒരു കോമ ഇടാം. ഇൻ ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു കോമ ഇടാം. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഇൻ ടൈം, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഇൻ ടൈം, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഓക്കെ, അപ്പൊ എന്താണ് റിവൈസബിലിറ്റി ഓഫ് തോട്ട് എന്ന് പറഞ്ഞാല്? കാലഘട്ടത്തെ മുന്നിലേക്കും പിന്നിലേക്കും ചിന്തിക്കാനുള്ള ഒരു കഴിവ് വർദ്ധിക്കുന്നു കുട്ടികളിൽ. റിവൈസബിൾ ഓഫ് തോട്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. പാസ്റ്റ്, കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർക്കാനും ഇനി വരാൻ പോകുന്ന കാലത്തെ കുറിച്ച് ഓർക്കാനും പ്രസന്റ് ആയിട്ടുള്ള കാലത്തെ കുറിച്ച് ഓർക്കാനൊക്കെ എന്താണ് കുട്ടികൾക്ക് ആ ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈമാണിത്. ആ ഒരു സിറ്റുവേഷൻ ആണ് റിവൈസബിലിറ്റി ഓഫ് തോട്ട് എന്ന് പറയുന്നത്. Ability to think backward and forward in time, past, present and future. കാലഘട്ടത്തെ മുന്നിലേക്കും പിന്നിലോട്ടൊക്കെ ചിന്തിക്കാനായിട്ട് കുട്ടികളിൽ ഒരു കപ്പാസിറ്റി ഉണ്ടാകുന്നു.
ഏതൊരു സമയത്ത് 7 to 11 ഇയേഴ്സിലേക്ക് കേട്ടോ. 7 to 11 ഇയേഴ്സ് ആ ഒരു കാലഘട്ടത്തിലാണ് കുട്ടികളെ പാസ്റ്റിനെ കുറിച്ചും പ്രസന്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചിട്ടൊക്കെ യുക്തിപരമായിട്ട് ചിന്തിക്കാൻ ആരംഭിക്കുന്നത്. അതായത് കുട്ടി യാഥാർത്ഥ്യത്തിലേക്ക് റിയാലിറ്റിയിലേക്ക് എത്തിപ്പെടുന്ന ഒരു ടൈമാണത്. ഓക്കെ, കുട്ടി യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെ. കുട്ടികൾക്ക് ചിന്തകളെ മുന്നിലോട്ടൊക്കെ എന്താണോ ചിന്തിക്കാനായിട്ടുള്ളത് കപ്പാസിറ്റി കുട്ടികളില് ഉടലെടുക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് മാം. ലാസ്റ്റ് സ്റ്റേജ് ആണ് എന്ത് ഇപ്പൊ പറഞ്ഞ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് മാത്രം നമുക്ക് ടെക്സ്റ്റിൽ പറയുന്നുള്ളൂ കേട്ടോ. ബാക്കി തിയറി നിങ്ങൾ മുഴുവനായിട്ട് പഠിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് സ്റ്റേജ് ആണ് എന്ത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? ഇപ്പൊ പറഞ്ഞത് റിവേഴ്സിബിലിറ്റി എന്നാണോ റിവേഴ്സിബിലിറ്റി എന്നാണോ? റിവേഴ്സ് ആണോ? റിവൈസബിലിറ്റി. ഷെറിനൊക്കെ ഈ ക്ലാസ് ഉള്ളതാണോ? എന്താണ്? ഷെറിന് ഈ ക്ലാസ്സിന് പുതിയതാണോ? അല്ല, കുറച്ചു നാൾ ഉണ്ടായിരുന്നില്ല, ഇന്റേൺഷിപ്പിന് പോയിരിക്കുവായിരുന്നു. യെസ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് 11 and above അല്ലെ, 11 years and above. എന്തൊക്കെ കാര്യങ്ങളാണ് ആ സ്റ്റേജിൽ നടക്കുന്നത്? നോട്ട് ചെയ്യാ. അബ്സ്ട്രാക്ട് തിങ്കിങ്, systematic thought. Next point, systematic thought. Systematic, SYSTEMATIC, systematic thought. Then problem solving. Then അടുത്ത point, social, moral, self concept. അങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. സോഷ്യൽ, മോറൽ, സെൽഫ് കോൺസെപ്റ്റ് എക്സെട്ര. നോക്കിയേ, എന്താണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ നടക്കുന്നത്? അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? അബ്സ്ട്രാക്ട് തിങ്കിങ് ചിന്തിക്കാനുള്ള ഫീലിംഗ്സ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഫീലിംഗ്സ് ചിന്തകളാണോ ഫീലിംഗ്സിനെ? ബുദ്ധിപരമായി ചിന്തിക്കുകയാണ്, കണ്ണിങ് ആയിട്ട് ചിന്തിക്കുകയാണ്. നിഗൂഢമായ തരത്തില് ഗുണാത്മകമായ തരത്തിലുള്ള ചിന്താഗതി. ഡീപ് തിങ്കിങ്. അമൂർത്തമായി ചിന്തിക്കുക. അതാണ് അമൂർത്തമായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അമൂർത്തമായി ചിന്തിക്കുക. ഒന്നുകൂടി പറയാവോ മാം? സാരാംശങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചിന്തിച്ചെടുക്കുകയാണ്. യെസ്, അതന്നെ. ഇനി ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കി എന്താണ് അതിന്റെ ഗുണമേന്മയായിട്ട് ചിന്തിക്കുക. ഗുണത്തോട്, അതായത് എന്താ പറയാ, ലോജിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ യുക്തിപരമായി നമ്മൾ ചിന്തിക്കുന്നു. ഒരു കാര്യങ്ങൾ അർത്ഥവത്തായി മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിക്കുന്നു. അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും?
റിയാലിറ്റി അല്ലാത്തതും അങ്ങനെയാണോ? അവരങ്ങ് ചിന്തിച്ച ഒരു അറ്റം വരെ അങ്ങനെ ഒരു മീനിങ് ആണോ? ലോജിക്കൽ വെച്ച് പറഞ്ഞോണ്ട് ചോദിച്ചതാ. യെസ്, ആഴത്തിൽ ചിന്തിക്കുക. ആരാ പറഞ്ഞത്? ആതിര മനോജ്. യെസ്, ഇൻഡെപ്ത് ആയിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങുക അല്ലെ? ഇൻഡെപ്ത് ആയിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങുക. അത് കുറച്ചുകൂടി ആഴത്തിൽ അറിഞ്ഞ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവിടെ പറഞ്ഞല്ലോ, നമ്മൾ ആ പോയിന്റ് അതിനൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട് കുട്ടി ചിന്തിക്കാൻ ആരംഭിക്കുന്നു. ഓക്കെ, അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോൾ അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്ത കുട്ടി എന്ത് ചെയ്യുന്നു? ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി കുട്ടിയിൽ രൂപീകരിക്കും. ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ് കേട്ടോ. ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിനാഴത്തിൽ ചിന്തിക്കാനും അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണമെന്നൊക്കെ ആ ഒരു കപ്പാസിറ്റിയിൽ കുട്ടി രൂപപ്പെടുന്ന കാലഘട്ടമാണ് എന്ത്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ കുട്ടി ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നു, ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നു. ഓക്കെ, അതാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ പ്രധാനമായും നടക്കുന്നത്. പിന്നെന്താണ് പറഞ്ഞത്? സെൽഫ് കോൺസെപ്റ്റുകൾ രൂപപ്പെടുന്നത് അല്ലെ? സ്വയം ചിന്തകൾ, അതുപോലെ തന്നെ സോഷ്യൽ മോറൽ വാല്യൂസ് ഒക്കെ കുട്ടികൾ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ത്? ഈ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് കുട്ടി ഒരു കാര്യം പല ആംഗിളിലൂടെ, അതായത് റിയാലിറ്റി മനസ്സിലാക്കിയതിനു ശേഷം ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിനെ കുട്ടിയുടെ ആംഗിളിലൂടെ തന്റെ വ്യൂ പോയിന്റിൽ ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ കുട്ടിയിൽ രൂപപ്പെടുന്നത്. അതായത് ഒരു പ്രശ്നത്തെ പല ആംഗിളിലൂടെ നോക്കിക്കാണാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്ന കാലഘട്ടമാണ് എന്ത്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ തിയറി ആണ്. ആരുടെയാണ്? പിയാഷെയുടെ തിയറി ആണ് നമ്മൾ പഠിച്ചത് അല്ലെ? നിങ്ങൾക്ക് ആകെ ഒരു സ്റ്റേജ് മാത്രം അവിടെ പഠിക്കാനുള്ളൂ. പക്ഷെ നമ്മൾ ഇന്ന് മുഴുവൻ തിയറി അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോ സ്റ്റേജസ് ഒന്നുകൂടി പറയാം, ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് പറയാം കേട്ടോ. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 ഇയേഴ്സിലാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ആ സ്റ്റേജിൽ കുട്ടികൾക്ക് നടക്കുന്നത്? ഒരാളെന്ന് പറഞ്ഞേ. ഇൻഫാന്റ് മെന്റൽ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ? മെന്റൽ ആക്ടിവിറ്റീസ് നടക്കുന്നു. പിന്നെന്താണ്? കോർഡിനേഷൻ ഓഫ് റിഫ്ലെക്ട് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് അതായത് 4th month ടൈമിൽ കുട്ടി റെസ്പോൺസ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെന്താണ് അടുത്ത പോയിന്റ്? ഒബ്ജക്റ്റീവ് പെർമനൻസ്. ഒബ്ജക്റ്റുകൾ തിരിച്ചറിയണം, ഓരോ സാധനങ്ങൾ തിരിച്ചറിയണം. ഓക്കെ, ആ സ്റ്റേജ് ക്ലിയർ ആണോ? സെൻസറി മോട്ടോർ സ്റ്റേജ് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, യെസ് മാം. സെക്കൻഡ് സ്റ്റേജ് ആണ് എന്ത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെ? 2 to 7 years ആണ്. ഇയർ ഒരിക്കലും മാറിപ്പോകരുത് കേട്ടോ, വയസ്സ് തെറ്റി പോകാൻ പാടില്ല. 2 to 7 years ആണ്. എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അവിടെ? മെന്റൽ ഇമാജസ്, symbolic activity, animism. mental images, symbolic activity, then language development and animism. ഇത്രയും കാര്യങ്ങളാണ് ഏത് സ്റ്റേജിൽ നടക്കുന്നത്? 2 to 7 years ഉള്ള പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ നടക്കുന്നത്. മെന്റൽ ഇമേജസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കുട്ടിയോട് ഒരു ആന എന്ന് പറയുമ്പോൾ കുട്ടി അത് മനസ്സിലേക്ക് എടുക്കുന്നതാണോ? ഒരു ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആന എന്ന വാക്ക് വരുമ്പോൾ കുട്ടികൾ ആനയുടെ പിക്ചർ മനസ്സിൽ രൂപപ്പെടുത്തും. അതാണ് മെന്റൽ ഇമേജസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെയാണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് understanding the principle of conservation. ഏതൊക്കെ പ്രിൻസിപ്പിൾസ് പറയുന്നു? Conservation of numbers, volume, mass, volume and mass. Then seriation and classification. Okay, next point എന്തായിരുന്നു? Visibility of thought. എന്താണ് റിവൈസിബിലിറ്റി ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ? ability to think backward and forward time, past, present, future. Yes. Okay. Clear ആണോ? എന്താ റിവൈസിബിലിറ്റി ഓഫ് തോട്ട് എന്ന്? Yes.
കാലഘട്ടങ്ങളെ മുന്നിലോട്ട് പിന്നിലോട്ടൊക്കെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് കപ്പാസിറ്റി ബുദ്ധിയിൽ രൂപപ്പെടുന്ന കാലഘട്ടം. കുട്ടി യാഥാർത്ഥ്യത്തിലേക്ക് കിടക്കുന്ന കാലഘട്ടമാണ് എന്ത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. മറന്നു പോകരുത് കേട്ടോ. ലാസ്റ്റ് സ്റ്റേജ് ആണ് എന്ത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. Abstract thinking, systematic thought, problem solving, social, moral, etc. Yes. നമ്മൾ വലിയ തിയറി ചെറുതാക്കിയാണ് പഠിച്ചത് കേട്ടോ. വലിയൊരു തിയറിയാണിത്. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ മെയിൻ സ്റ്റേജസ് മാത്രം ഓർത്തെടുക്കാനൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു അധ്യാപകരാകുമ്പോൾ ഒന്നല്ലേ നിങ്ങൾ ഇതിനെ കുറിച്ച് എന്തായാലും പഠിച്ചിരിക്കണം. ഒരു സ്റ്റേജ് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നത് കാര്യമില്ല. പ്രത്യേകിച്ച് ഇന്റലക്ച്വലി ഡെവലപ്മെന്റ് ഒരു കുട്ടിയിൽ ഏതൊക്കെ സമയത്ത് നടക്കുന്നു എന്നതിനെ കുറിച്ച് അധ്യാപികയ്ക്ക് ഒരു അറിവുണ്ടായിരിക്കണം കേട്ടോ. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തന്നത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എക്സാമിന് കേട്ടോ. ഒരു സ്റ്റേജ് ആണെങ്കിൽ കൂടുതലും ബാക്കി സ്റ്റേജസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണോ മറ്റുള്ളത് കൊടുത്തിട്ടില്ല, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു തന്നത് കേട്ടോ. ക്ലിയർ ആണോ നിങ്ങൾക്ക് തിയറി എല്ലാവർക്കും? ഒരു സംശയമില്ലല്ലോ. ഇന്ന് തന്നെ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഈ തിയറി ഇന്ന് തന്നെ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് ചോദിക്കും. ഓക്കെ ഓക്കെ മാം. ഓക്കെ, പിന്നെ നമുക്ക് ഇത്രയും മതി. എന്താ പറയാനുള്ളത്? മാം പഠിക്കാൻ പറഞ്ഞത് ഇപ്പൊ തന്നിരിക്കുന്ന ഷോർട്ട് നോട്ട് വെച്ചിട്ട് പഠിക്കാനല്ലേ? ഷോർട്ട് നോട്ട് വെച്ച് പഠിക്കാൻ പറഞ്ഞു. ബാക്കിയുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, ഇതില് നമ്മുടെ ടെക്സ്റ്റിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിന്റെ ഒരുപാട് എക്സ്പ്ലനേഷൻസിലൂടെയാണ് അത് പറഞ്ഞു വരിക്കുന്നത്. മാം ഷോർട്ട് നോട്ട് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഷോർട്ട് നോട്ട് തരുമ്പോ ആ ഒരു വേർഡ് വായിക്കുമ്പോ തന്നെ നമുക്ക് വേഗം മാം ക്ലാസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉള്ളിലേക്ക് വരുന്നുണ്ട്. ശരി, പിന്നെ എന്തൊക്കെയാണ് എക്സ്ട്രാ കാര്യങ്ങൾ പറയുന്നത് പറയൂ. അതാണ് പഠിപ്പിക്കാൻ ഇരുന്ന് പോയാൽ പിന്നെ പഠിപ്പിക്കാനേ നേരുണ്ടാവും. വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് നേരുണ്ടാവും. രണ്ടും ഒരേ ക്ലാസ്സിൽ ഇളക്കുമ്പോ എന്താണ് ഈക്വൽ ആണ് അല്ലെ? ആ വർത്താനം പറഞ്ഞാൽ ഇന്ന് വർത്താനം പറഞ്ഞിങ്ങനെ പോകും. ഇപ്പോഴത്തെ പുതിയ വിശേഷം എന്ന് പറയുന്നത് നമുക്ക് ജയദേവൻ സാർ ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരുപാട് പുതിയ പുതിയ അടിപൊളി സ്ക്രിപ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ഓരോ ആളുടെ അനുഭവങ്ങള്, ഓരോ നല്ല ഇവരുടെ എല്ലാവരുടെയും നല്ല കഴിവുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഓരോ ആളുടെയൊക്കെ നല്ല ഭാവനയും നല്ല അവർ ഓരോ ആൾക്കാരെ വീഡിയോ പോലെ ആക്കിയിട്ട് പല തരത്തിൽ ഇല്ല ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ എന്നിട്ട് അയച്ചു കൊടുക്കാൻ. ഞാൻ ചോദിക്കട്ടെ, അന്ന് കഴിഞ്ഞ ക്ലാസ്സില് പവർ പോയിന്റ് പ്രസന്റേഷൻ ഈ ക്ലാസ്സിലല്ലേ ചെയ്തത്? ആരാ ചെയ്തത്? മസ്രിഫ ഇന്ന് ചോദിച്ചിട്ട് പോയില്ലേ മിസ്? ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടെന്നും പറഞ്ഞ് പോയില്ലായിരുന്നു ആള്? ചോദിച്ചാണ് ആരാണ് പേര് എനിക്കറിയില്ല, പേര് മറന്നുപോയി. ചോദിച്ചാണ്. പിന്നെ അപ്പൊ ഇന്ന് തന്നിരിക്കുന്ന തിയറി നന്നായിട്ട് പഠിച്ചു നോക്കുക. പിന്നെന്താണ് ആക്ടിവിറ്റി ഒന്നും തരുന്നില്ല, പഠിക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് വരുന്നത്. ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ് ചിലപ്പോ എന്റെ ക്ലാസ് ചിലപ്പോൾ ഷാമിസ് ആദ്യം എടുക്കുന്നുണ്ടോ? ഫ്രൈഡേയിൽ വരുന്ന ഗേറ്റ് ഫ്രൈഡേയിലാണ് നമുക്കുള്ളത് ക്ലാസ്. ഷാമിസ് 2 പീരീഡ് വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, മൺഡേ മാത്രമേ കഴിഞ്ഞ മൺഡേ ടീച്ചർ തന്നെ എടുത്തത് നടന്നു അല്ലേ? അല്ല, എടുത്തത്. അതെ അതെ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണോ ക്ലാസ്സിൽ കയറിയത് എല്ലാവരും? തുടങ്ങാൻ പോണതേ ഉള്ളൂ. ഞാനൊരു പണിയും കഴിയാണ്ട് കടയിൽ വന്ന് കുത്തിരിക്കുക. നിങ്ങൾക്ക് ക്ലാസ് 11:30-ക്കല്ലേ തുടങ്ങുന്നത്? 11 കാലിനുള്ളിൽ എല്ലാം തീർത്ത് വെക്കാവുന്ന ഷെഡ്യൂൾ ഒന്ന് ചെയ്ത് നോക്കാറുണ്ട് നിങ്ങൾക്ക്? മിസ് പക്ഷെ മടി. ഞാൻ പറയട്ടെ, കോഴ്സ് തീരുന്ന വരെ നിങ്ങള് നിങ്ങളുടെ ക്ലാസ് തീരുന്ന വരെ ആ ടൈം ഷെഡ്യൂൾ നിങ്ങൾ സെറ്റ് ചെയ്യാം.
എന്തൊക്കെ പറഞ്ഞാലും ആ സമയത്ത് ഇപ്പൊ സ്കൂളിൽ പോകാന്നുള്ള വിചാരത്തിൽ തന്നെ ഇരുന്നിട്ട് അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന എന്താണെന്ന് വിചാരിച്ചു അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. ഈ കോഴ്സ് തീരണവരെ പിന്നീട് അവനൊരു റുട്ടീൻ ആയിക്കോളും ചിലപ്പോ. ചെയ്തു നോക്കട്ടോ, പറ്റുന്നവരെ അങ്ങനെ ചെയ്യും. അത് സ്കൂളൊക്കെ പോകാൻ നോക്കുമ്പോ മടിയൊക്കെ തീർന്നോളും തനിയെ. കാലം അതന്നെ, മടിയൊക്കെ മാറും. നമുക്കപ്പോ ഒരു ടൈം ടേബിൾ സെറ്റ് ആവും. എനിക്ക് എന്റെ ക്ലാസ് വെക്കേഷൻ ആകുമ്പോൾ ചെയ്യാം മിസ്സേ. അപ്പൊ തന്നെ മടിയാണ്. അല്ല ഇങ്ങനെ ജോലിക്ക് പോണോണ്ടേ സ്കൂളിൽ പോണല്ലോ. നിങ്ങൾ എന്താ വിചാരിച്ച വെക്കേഷൻ ആയി മുന്നീറ? വെക്കേഷൻ ആയിരിക്കും ഏറ്റവും നിങ്ങൾക്ക് പണി കിട്ടാൻ പോകുന്നത് അല്ലേ? കുട്ടികളെ വീട്ടിലുണ്ടാവില്ല. ഒരു കുഞ്ഞു കുട്ടികളുള്ളവർക്ക് അത് ചിലപ്പോ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എങ്കിലും ചെയ്ത് നോക്ക്. നമുക്കൊന്ന് പരിശ്രമിക്കാം. വേണ്ടൊക്കെ എന്താ ശരിക്കും സക്സസ് ആവുകയാണെങ്കിലോ നമുക്ക് നല്ല കാര്യമല്ലേ? നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ. ശരിയാണ്, കുഞ്ഞു കുട്ടികളുള്ളപ്പോൾ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അല്ലാത്തവരുണ്ട് ഈ കൂട്ടത്തിൽ അല്ലേ? അല്ലാത്തവരൊന്നും ചെയ്ത് നോക്ക് കേട്ടോ. നമ്മൾ വിചാരിക്കാൻ പറ്റും മാം. എന്റെ തീരുമാനം 11 കഴിയുമ്പോഴേക്കും എല്ലാം കഴിയും. എല്ലാവരും എത്ര മണിക്ക് എഴുന്നേക്കും? 5:30. ഞാൻ 5 മണി 6 മണി. പിന്നെ പിള്ളേരെ കുടിക്കടിക്കാനല്ല, അവരുടെ തുണി അവര് തന്നെ കഴുകിയിടും. പിന്നെ വെള്ളം അടിക്കാനുണ്ടെങ്കിൽ അതൊക്കെ അവര് ചെയ്തു തരും. അതുകൊണ്ട് 8:30 എല്ലാ പണിയും കഴിയും. ചോറ്റുപാത്രം എല്ലാം കഴുകി കൊണ്ട് വെച്ച് തരും. 4:30 എഴുന്നേറ്റിട്ട് എത്ര മണിക്ക് പണി തീരാറുണ്ട്? 4:30 എഴുന്നേറ്റിട്ട് ശരി. അതിന് 4:30 എഴുന്നേറ്റുന്നെന്ന് പറഞ്ഞു. ഇപ്പൊ ഏകദേശം എപ്പോ കഴിയും കഴിക്കില്ലേ പണി രാവിലെ? എനിക്ക് തോന്നുന്നു 4:30 എഴുന്നേറ്റ് 10:30 ഏകദേശം നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റില്ലേ? അത്യാവശ്യ കാര്യങ്ങൾ അത്രയെല്ലാം കഴിയും. 7 മണിയാകുമ്പത്തേനും ട്യൂഷൻ തുടങ്ങും. എഴുന്നേറ്റാലും കഴിയും. നമ്മളൊന്ന് ഫസ്റ്റ് ടൈം ചെയ്താൽ മതി. തലേ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. നടക്കും കേട്ടോ. പിള്ളേരെ പാടല്ലേ, അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണ്ടേ? ഇതാണ് പാട്. ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രമിക്കും. നിങ്ങളൊരു ടീച്ചറൊക്കെ ആവാൻ പോണല്ലേ, അപ്പൊ ഒരു റുട്ടീനൊക്കെ വരട്ടെ. ഡെയിലി റുട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ശ്രമിച്ച് സക്സസ് ആവണമെങ്കിൽ ഒന്ന് പറയും. ഞാൻ എന്റെ മക്കളെ കൊണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യിക്കും. അപ്പൊ എന്റെ ചേട്ടായിമാരിപ്പോ അവരുടെ മക്കളെ പിള്ളേരൊക്കെയാണ് അവരുടെ. അപ്പൊ അവരെ കൊണ്ട് കഴിച്ച് പാത്രം കഴിക്കും, തന്നെത്താനെ ചായ ഒക്കെ ഇടും. നീ കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ചിട്ട് പറയാം. അപ്പൊ വീട്ടിൽ അമ്മ ചെന്നപ്പോ പറഞ്ഞു അമ്മയുടെ പിള്ളേര് അവരുടെ കാര്യങ്ങളും ചെയ്തോളും. രാവിലെ ഒരാഴ്ച ഒരാൾ അരിയടപ്പത്തിടണമെങ്കിൽ അടുത്ത ആഴ്ച അടുത്ത ആൾ അരിയടപ്പത്തിടും രാവിലെ എണീറ്റിട്ട്. അപ്പോ അതൊരു രീതിയായി. അപ്പൊ അവരുടെ വീട്ടിൽ 2 പേർക്കും ജോലിയുള്ളവരാ. ചേട്ടനും ചേട്ടത്തിക്കും ജോലിയുണ്ട്. അപ്പൊ അവർക്ക് രാവിലെ പോണം. ഇപ്പൊ ചെക്കന്മാരാ 2 പേരും കൂടെ. മൂത്തവൻ +2 ആയി. അപ്പൊ അവൻ എല്ലാ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു തരും എന്ന് പറഞ്ഞു. ഇപ്പൊ കുഞ്ഞുമാമി ഞങ്ങൾക്കിട്ട് പണി എന്നല്ലേന്ന് ചോദിക്കുന്നു. എന്റെ ജോലി കറക്റ്റ് 9:30 തീരും. ഞാൻ എങ്ങനെ ചെയ്തതാ? കറക്റ്റ് ആയിട്ട് ചെയ്താ 9:30 തീർന്നിരിക്കും. 9:50 ഞാനിവിടെ ഓഫീസിലെത്തും. വണ്ടി ഉണ്ട്, വണ്ടി ഓടിച്ചാണ് വന്നെങ്കിലും 9:30 ഡെയിലി അത് തീർക്കുന്നുള്ളതാ. എങ്ങനെയെങ്കിലും 9:30 എത്തിക്കും. ചില ദിവസങ്ങളിൽ വയ്യായിക്കുള്ള ദിവസം മാത്രം ചിലപ്പോ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും. അല്ലാതെ അതിന്റെ ഇടയിൽ ഒരു വലിയ ഗ്യാപ്പ് വരാറില്ല. ഒരു മണിക്കൂർ വ്യത്യാസമാണെന്നൊന്നും വരില്ല. ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തതാണ്. എനിക്ക് പറയട്ടെ, ഞാനൊരു +2 ടൈം മുതൽ അങ്ങനെ ചെയ്തിട്ടാണ്. എന്റെ കാര്യങ്ങളും ഇന്ന ടൈമിനുള്ളിൽ തീരുന്നുണ്ടോ അങ്ങനെ ചെയ്ത് പിന്നെ അതങ്ങനെ ഡെയിലി ലൈഫിലായപ്പോ അങ്ങനെ ഓക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ് എന്തോരം സമയം നമുക്ക് ഫ്രീ ആയിട്ടുണ്ടെന്ന് അറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു രാവിലത്തെ തിരക്കുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. മാം, കുഞ്ഞു കുട്ടികളെ വെച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വെറും തോന്നല. ഞാൻ എന്റെ കുഞ്ഞിനെ 8 മാസം ഉള്ളപ്പോൾ മുതൽ അവന് 3 വയസ്സ് ആവുന്നത് വരെ ഒരു ഓൺലൈൻ ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഓൺലൈൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവനൊരു സംസാരിക്കാനായപ്പം മമ്മക്ക് ക്ലാസ് ആണോ എന്ന് ചോദിച്ചിട്ട് അവൻ ഡോറ് ക്ലോസ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ശരിയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ടീച്ചിങ് പഠിക്കുന്നതാണ്. എക്കോ വരുന്നുണ്ടോ മാം?
ഇപ്പൊ ഉണ്ടോ? ഉണ്ടോ? ഞാൻ മോന് 2 വയസ്സുള്ളപ്പോഴാണ് PG പഠിച്ചത്. 3 വയസ്സായ പിന്നെയാണ് BEdക്ക് ചേർന്നത്. അതൊക്കെ ഞാൻ അവന്റെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് മാത്രമാണ് എന്റെ കാര്യങ്ങളിലൊക്കെ പോയിട്ടുള്ളത്. ആരും നോക്കാനും ഇരിക്കാനും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെയൊക്കെ അതൊക്കെ ചെയ്തു. അപ്പൊ എല്ലാവരും എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും കേട്ടോ. എനിക്ക് എന്റെ മോനെ നോക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാണ് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഓക്കെ, കുറച്ച് സമയം മാത്രം ആരെങ്കിലും ഏൽപ്പിച്ചു. പക്ഷെ അവന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരാൾ നോക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുള്ളൂ. അല്ലാതെ ഇവൻ പഠിക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, 10 മണിക്ക് കുട്ടി ഉറങ്ങിയതിന് ശേഷമാണ് BEdന്റെ കാര്യങ്ങൾ വരെ ഞാൻ പഠിച്ചിരുന്നത്. അത് കിടന്നുറങ്ങുമ്പോഴേക്കും ഇപ്പൊ ഒരു 3, 3:30, 4 മണി വരെയൊക്കെ ഇരുന്നിട്ടുണ്ട് വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അവർക്ക് കൊച്ചിനൊരു വിഷമവും തോന്നരുത്. നമ്മൾക്ക് വർക്ക് ചെയ്യണം, നമുക്ക് കുട്ടിയെ നോക്കണം എന്നൊരു വിഷമം വരാനും പാടില്ല. ആ ഒരു തോന്നൽ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു വയസ്സിൽ എന്റെ അമ്മ മരിച്ചതാണ്. അപ്പൊ ആ ഒരു ചെറുപ്പം മുതൽ കിട്ടാത്തത് എനിക്കറിയാം. അപ്പൊ കൊച്ചിനൊരിക്കലും ആ വിഷമം ഉണ്ടാകുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം അവനേന് മാത്രമേ ഞാൻ പഠിക്കാനിരിക്കുള്ളൂ. എത്ര രാത്രിയാണെങ്കിൽ ഇത് രാത്രി ഫുള്ളിങ്ങനെ കിടക്കയില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പഠിക്കാൻ. പക്ഷെ കിടന്നുറങ്ങുമ്പോൾ ലേറ്റ് ആവും ഉറങ്ങാൻ. ശരിക്കും BEdന് പഠിച്ചപ്പോ 1/2 മണിക്കൂർ 15 മിനിറ്റ് ഒക്കെ ഉറങ്ങി എഴുന്നേറ്റിട്ടൊക്കെ ഉണ്ട്. ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പൊ പക്ഷെ എങ്കിലും എന്റെ സമയത്ത് കൃത്യ ടൈമിനുള്ളിൽ ഞാൻ വിചാരിച്ച ടൈമിനുള്ളത് തീർക്കാറുണ്ട്. അങ്ങനെ തീർക്കും. അങ്ങനെ അത് വേണം, തീർക്കണം ഒരു വാശിയാണത്. നിങ്ങൾ ആ ഒരു വാശി വെച്ച് നമുക്ക് വരുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആവും കേട്ടാ. ഓക്കെ, കുഞ്ഞു ഭാവി ഉണ്ടെന്നുള്ള ആരും അത് ബേർഡനായിട്ടൊന്നും കാണണം. ബേർഡനല്ലെന്ന് എനിക്കറിയാമെങ്കിലും നിങ്ങൾക്ക് ചില സമയത്ത് ചെയ്യാൻ പറ്റാത്തതായിരിക്കും അല്ലേ? ഓക്കെ, എങ്കിലും ഒന്ന് ശ്രമിക്കണം കേട്ടോ. ഇന്ന സമയത്ത് ഞാൻ ഈ വർക്ക് തീർക്കും, എനിക്ക് ഇന്ന സമയത്ത് കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറാൻ പറ്റണം. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. നാളെ തുടങ്ങി ഒരു ദിവസമെങ്കിലും ചെയ്യണം കേട്ടോ. പറഞ്ഞത് ഒരു ദിവസമെങ്കിലും ചെയ്താൽ മതി. ഓക്കെ, മിസ്സി ഒരു കാര്യം പറഞ്ഞില്ലേ, ഒരു മോട്ടിവേഷൻ പോലെ. അപ്പൊ എനിക്ക് കുഞ്ഞിനെ വെച്ച് ഞാൻ ക്ലാസ് എടുത്ത കാര്യം ഓർമ്മ വന്നത്. എക്സ്പീരിയൻസിന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തപ്പോ മോനെ ഫീഡ് ചെയ്തുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്ത് ക്ലാസ് എടുക്കുമായിരുന്നു. 2, 3, 4 മാസമേ ഉള്ളൂ. എക്സ്പീരിയൻസ് ഒക്കെ പഠിച്ചവൻ ഇതിൽ ആഡ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ജോലിയിൽ കയറിയപ്പോഴേ അത് നമുക്ക് തരും. നമ്മൾ ആ കഷ്ടപ്പെടുന്നതിന്റെ ഫലം നാളെ ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. അത് ഞാൻ ഇവരോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത്. അതെ അതെ, ഉറപ്പായിട്ടും. കഷ്ടപ്പെടാൻ കുറെ സമയം തരും. പക്ഷെ നമ്മളൊക്കെ ഒരു സക്സസിലേക്ക് എപ്പോഴെങ്കിലും എത്തിച്ചേരും കേട്ടോ. യെസ്, അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും കുഞ്ഞു മടിച്ച് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ വെറുതെ പറഞ്ഞാണ്, ഉണ്ടെങ്കിൽ ടൈം ഷെഡ്യൂൾ ഒക്കെ കറക്റ്റ് ആക്കി വേണം കേട്ടോ. ഓക്കെ, MTTന് നമ്മളൊരു ക്വാളിറ്റി പറഞ്ഞ ഒരു ടീച്ചറിനെ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, എല്ലാവരും ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള കുട്ടികളാണ്. താങ്ക് യു.